Hi everyone, welcome back to Chinnu's Taste Buds. ഇന്ന് ഞാൻ ചില്ലി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി ഫ്രൈഡ് പൊറോട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രൈഡ് പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്നാലും ഒന്നുകൂടെ ഞാനിവിടെ കാണിക്കുന്നതാണ്. ഫ്രൈഡ് പൊറോട്ടയുടെ റെസിപ്പി കാണാത്തവർക്ക് വീണ്ടും ഒന്നുകൂടെ ഫ്രൈഡ് പൊറോട്ട ചെയ്യുന്നത് ആദ്യം കാണാം. ഇതിനുവേണ്ടി ഞാനിവിടെ 3 പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് ഫുഡ് കളർ ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഫ്രൈഡ് പൊറോട്ട നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ ഫ്രൈഡ് പൊറോട്ടയുടെ റെസിപ്പി ഞാൻ വേറെ ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഈ ബാറ്ററിൽ വേണം നമുക്ക് പൊറോട്ട മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊറോട്ടയുടെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറോട്ടയുടെ റെസിപ്പി കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് കൂടിയാണ് ഫ്രൈഡ് പൊറോട്ട. ബാക്കി വരുന്ന പൊറോട്ട കൊണ്ട് നമുക്കിങ്ങനെ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാനിത് ചില്ലി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിതിങ്ങനെ തന്നെ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചില്ലി പൊറോട്ടയ്ക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 സവാള ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഞാനിവിടെ 2 കളറിലെ ക്യാപ്സിക്കം ഹാഫ് വീതമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മല്ലിയില, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഓരോ ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ സോസും സോയാ സോസും. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പൊറോട്ട ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ സവാള, സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞിട്ടുള്ള സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ സവാളയൊന്നും ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് ബോയിൽഡ് ആയി കിട്ടിയാൽ മതി. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഹാഫ് ബോയിൽഡ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ഉപ്പ്, കുരുമുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊറോട്ടയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പൊറോട്ട ഉണ്ടാക്കാനുള്ള 11 ഈസി മെത്തേഡ്സ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഞാൻ താഴെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, വീഡിയോ കാണുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരുപാട് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫുഡ് കളറ് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. ഫുഡ് കളർ ഓപ്ഷണലാണ്. ഞാനിവിടെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഫുഡ് കളർ ഇല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറായി.
ഇനി ഇത് ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാര്യം നമ്മൾ അധികം ഗ്രേവി ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചില്ലി പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത എൻ്റെ വീഡിയോ ഫുൾ ചിക്കൻ ഫ്രൈ ആണ്, സ്റ്റഫ്ഡ് ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എൻ്റെ അടുത്ത നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.